മണിക്കുട്ടിയെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അവൾ എഡ്വിനെ ഒന്ന് നോക്കി. അപർണ വണ്ടിയിലുണ്ട്. അവളുടെ മുഖം വിടർന്നു, കണ്ണുകൾ നിറഞ്ഞു. അവനത് കണ്ടില്ലെന്ന് നടിച്ച് ഇറങ്ങി. വിഹാന്റെ കാര്യം ചോദിക്കണോ? വേണ്ട, സമയമുണ്ടല്ലോ, പിന്നെ ചോദിക്കാം. ഇപ്പോൾ വണ്ടിയിലുള്ള മുതലിനെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അവൻ അതേ ചിരിയോടെ വണ്ടിയിൽ കയറി. ഹോസ്പിറ്റലിൽ പോണോ? അവളൊന്ന് തിരിഞ്ഞു നോക്കി. പോണോന്ന്? എന്തിന്? വെറുതെ കുറേയായില്ലേ കണ്ടിട്ട്. അവൾ മിണ്ടിയില്ല. ഒരുപാടുണ്ട് ചോദിക്കാൻ, ഒരുപാടുണ്ട് കേൾക്കാനും. പക്ഷേ ഇല്ല, താനായിട്ട് ഒന്നിനുമില്ല. ഈ ഒഴിഞ്ഞുമാറ്റം ആദ്യമായിട്ടല്ലല്ലോ. വേണ്ട, എന്തേലും ഇങ്ങോട്ട് പറഞ്ഞു വന്നാൽ മാത്രമേ താനും പിടികൊടുക്കൂ. കളിപ്പിക്കാൻ തനിക്കുമറിയാം. ആലോചനയോടെ ഇരുന്നു കൊണ്ട് വണ്ടി നിന്നതോ വീടെത്തിയതോ അവൾ അറിഞ്ഞില്ല. ഇറങ്ങ്, തന്നെ കാത്ത് ഒരാളുണ്ട്. ആരാ? അത് കയറുമ്പോൾ കാണാലോ. മുഖം വെട്ടിച്ച് തന്നെ അകത്തേക്ക് കയറിപ്പോയി. ആർദ്ര അവളെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാതെടാ, നീ വന്നില്ലേ? എനിക്കറിയാമായിരുന്നു സാർ നിന്നെ കൊണ്ടേ വരൂ എന്ന്. ഇത്ര നാളും ഉറങ്ങിയിട്ടില്ല അയാൾ. അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. അവൾ തേങ്ങലോടെ ആർദ്രയുടെ തോളിൽ മുഖം ചേർത്തു. മതി കരഞ്ഞത്, ഫ്രഷായിട്ട് വാ. അപ്പോൾ കഴിച്ചിട്ട് കിടന്നു. ക്ഷീണമൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാം. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളിൽ നിന്നും മാറി. എഡ്വിൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എൻ്റെ തോളിലൊന്ന് ചേർന്ന് നിന്നാൽ എന്താ? ഇത്രയും നേരം എന്തായിരുന്നു മുഖം കാണേണ്ടത് തന്നെ. നിനക്ക് വെച്ചിട്ടുണ്ടടി, നിന്റെ ഒരു ഇറങ്ങിപ്പോക്ക് ശരിയാക്കി തരാം ഞാൻ. മനസ്സിൽ അത്രയും പറഞ്ഞു നിർത്തി. പുറത്തേക്ക് പറയാൻ ഇപ്പോഴും ധൈര്യമില്ല. ഇവിടെ ആരാ ഗസ്റ്റ്? ആരുമില്ലല്ലോ. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ഗസ്റ്റ് ഉണ്ടെന്ന്. ആണോ? അവൾ തല ചിരിച്ച് എഡ്വിനെ നോക്കി. അമ്മ വന്നിരുന്നു അപ്പോൾ. എൻ്റെയോ? എന്നിട്ട് എന്താ പറഞ്ഞേ? അവളുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. കുറേ കരഞ്ഞു, വഴക്ക് പറഞ്ഞു. സാറ് കൂട്ടിക്കൊണ്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. നിറഞ്ഞ കണ്ണുകളോടെ അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ആ മുഖം ഷേവ് ചെയ്തിട്ട് തന്നെ കുറേ നാളായെന്ന് തോന്നി. അവൻ പതിയെ ചിരിച്ചു. ആ മുഖത്ത് നിന്ന് നഷ്ടപ്പെട്ട സന്തോഷം മുഴുവൻ കണ്ടറിയാനുണ്ടായിരുന്നു ആർദ്രയ്ക്ക്. നീ ഫ്രഷായിട്ട് വാ അപ്പോ. അമ്മയോട് നാളെ നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒന്ന് മൂളിയിട്ട് അവൾ മുറിയുടെ വാതിൽ തുറന്നു പോകുന്നത് വരെ അവൾ നോക്കി നിന്നു. അമ്മ എവിടെ ആർദ്ര? പോയി സാർ. അതെന്തേ? അവളെ കൂട്ടി വരികയാണെങ്കിൽ നാളെ ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. പോകാം. അവൻ അകത്തേക്ക് കയറി. സാർ. എന്താടോ? സാർ ഫ്രഷായിട്ട് വാ, അവൾക്കൊപ്പം കഴിക്കാലോ. താൻ കഴിച്ചോ? ഓ, നേരത്തെ കഴിച്ചു. എന്നാൽ താൻ ഫ്രഷായിട്ട് വാ, ഇപ്പോൾ വരാം. അവൻ അകത്തേക്ക് ചിരിയോടെ നടന്നു. ഷേവൊക്കെ ചെയ്ത് മുഖമൊന്ന് മിനുക്കി വന്നപ്പോൾ ആർദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പു എവിടെ? കിടന്നു. നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. ഡോക്ടറെ കാണാൻ ബുക്ക് ചെയ്തോ? ആ, മറ്റന്നാൾ. അത് മതി, അപ്പോൾ കാണാം. അവൾ കഴിച്ചോ? ആ, കഴിച്ചിട്ടാ കിടന്നേ. നാളെ അമ്മയെ കാണാൻ പോകുന്നില്ലേ സാർ? പോണം. എന്നെ ശപിക്കുന്നുണ്ടാകും. അപ്പോഴേക്കും അവനായി അവൾ വിതമ്പിക്കഴിഞ്ഞിരുന്നു. ഉണ്ടിടോ, എനിക്കറിയാം. അത് പോട്ടെ, അവൾ വന്നപ്പോൾ സമാധാനമായി എനിക്ക്. കുറച്ചാണോ തീ തിന്നത്? അത് സാറിൻ്റെ മുഖത്ത് കാണാനുമുണ്ട്. ക്ലീൻ ഷേവ് ചെയ്ത് ചുള്ളനായതിൻ്റെ ഉദ്ദേശം എന്താ? തികച്ചും ദുരുദ്ദേശം. ഉവ്വ, അവൾ തലയാട്ടി. എന്നാലേ ആർദ്രക്കുട്ടി പോയി കിടന്നോ, ഞാൻ കിടക്കാൻ പോവാ. നല്ല ക്ഷീണം. കഴിച്ചു കഴിഞ്ഞില്ലല്ലോ, മതി. അവൾ ചിരിച്ചു പോയി. ചിരിക്കാതെടി, സത്യം പറ ആർദ്ര, തനിക്ക് ജയദേവനെ കാണാൻ തോന്നുന്നില്ലേ? അവളുടെ ചിരി മാഞ്ഞു. പൊടുന്നനെ കണ്ണുകൾ നിറഞ്ഞു. പറ, കാണാൻ തോന്നുന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കോ? അവൻ ഇല്ലെന്ന് തലയാട്ടി. അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് നടന്നു. കാണാൻ തോന്നുന്നുണ്ടോ എന്ന്. അവളുടെ വലം കൈ വയറിൽ പതിഞ്ഞു. ഞാനും മോളും ഒരുപാട് ആഗ്രഹിക്കുന്ന നിമിഷമല്ലേ? ആ അരികിലൊന്ന് ഇരിക്കാൻ, നെഞ്ചിലൊന്ന് ചേരാൻ, ഞാനില്ലേ എന്നൊരു വാക്ക് കേൾക്കാൻ. അറിഞ്ഞാൽ തലയിലും താഴെയും വെക്കാതെ കൊണ്ടു നടക്കുമെന്നറിയാം. പക്ഷേ പാർവതി. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി. എഡ്വിൻ ശബ്ദമുണ്ടാക്കാതെ മുറിക്കകത്തേക്ക് കടന്നു. അപർണ നല്ല ഉറക്കമാണ്, പാവം. മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചു. കാണാൻ എന്തൊരു ഓമനത്തമാണ്. കയ്യിലിരിപ്പാണ് പ്രശ്നം, കുറുമ്പിയാണ്. അവൻ അവൾക്കരികെ വന്നു കിടന്നു. നെറ്റിയിലൊന്ന് ഉമ്മ വയ്ക്കാൻ കൊതിച്ചു. പക്ഷേ വേണ്ട, യോഗ്യതയില്ല തനിക്ക്. ഒന്ന് ഓക്കെ ആയിട്ട് വേണം എന്തൊക്കെയോ ഉണ്ടായി എന്നൊന്ന് ചോദിക്കാൻ. വിഹാൻ ഒത്തിരി വേദനിപ്പിച്ച് കാണുമോ ആവോ?
അങ്ങനെ കിടന്ന് അവൻ ഉറങ്ങിപ്പോയി. അവളുടെ അനക്കമറിഞ്ഞാണ് പിന്നീട് എഴുന്നേറ്റത് തന്നെ. അവൾ അവനെ തന്നെ നോക്കിക്കിടക്കുകയാണ്. എന്താണ് എൻ്റെ അപ്പൂസിന് ഒരു നോട്ടം? അവളൊന്ന് പതറി. അവൾ നോക്കിയത് അവൻ കണ്ടതിൻ്റെ ഒരു ചമ്മലും ഉണ്ടായിരുന്നില്ല. വന്നതുപോലെയല്ല. മുഖമൊക്കെ ഒന്ന് മിനുക്കിയപ്പോൾ വെറുതെ നോക്കിപ്പോയതാണ്. വെറുതെയാണോ? ഇപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര ഇഷ്ടമുണ്ട്? അറിഞ്ഞിട്ട് എന്ത് വേണം? വെറുതെ അറിയാൻ. ഒരു പുച്ഛമാണ് ആ മുഖത്ത് വിരിഞ്ഞത്. അത് കണ്ടതോടെ അവൻ്റെ മുഖം മാടി. ഇഷ്ടം ഇപ്പം ഇല്ലാലേ? ചതിയനല്ലേ ഞാൻ? അല്ലേ? അതെ. ഉത്തരത്തോടെ അവൾ പതിയെ എഴുന്നേറ്റു. മറുപടിയില്ലാതെ ഇരുന്ന് അവനെ ഒന്ന് നോക്കി. എന്തേ മറുപടിയില്ലേ എഡ്വിൻ സാറിന്? അവൻ മിണ്ടിയില്ല. എന്തൊക്കെയോ ആ മനസ്സിലുണ്ട്. അതെല്ലാം പറഞ്ഞു തീരട്ടെ, എല്ലാം പറഞ്ഞു തീരട്ടെ. ഇനിയും സംസാരിക്കാതെ വയ്യ. ശ്രീയേട്ടന് എന്തൊരു ഇഷ്ടമായിരുന്നു എന്നെ എന്നറിയാമോ? എനിക്കും ഇഷ്ടമായിരുന്നു. തുറന്നു പറഞ്ഞില്ല എങ്കിൽ കൂടി. എന്നിട്ട് എന്തിനാ നീ? ബാക്കി പറയാതെ അവൻ ദേഷ്യം കൈചുരുട്ടി പിടിച്ചു. മറ്റൊരാൾക്കൊപ്പം അവളുടെ പേര് ചേർത്ത് പറയുന്നത് പോലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവന്. നിവൃത്തിയില്ലാതെയാണ് ഞാൻ ജോലി അന്വേഷിച്ച് വന്നത്. എന്നിട്ട് നിങ്ങൾ എനിക്ക് നൽകിയ ജോലി? അവളൊന്ന് നിർത്തി. നിങ്ങളുമായി റിലേഷനിലായിരിക്കുമ്പോൾ മറ്റൊന്നും പാടില്ലാന്ന്. ഇല്ലായിരുന്നു. അന്നോ അതിനു മുൻപോ അതിനു ശേഷമോ ആരുമില്ലായിരുന്നു. പക്ഷേ പെണ്ണെന്ന നിലയിൽ ഞാൻ തോറ്റുപോയി. മുഖം പൊത്തി കരയുന്നവളെ കാണെ നെഞ്ചിലേക്കൊന്ന് ചേർക്കാൻ കൊതിച്ചുപോയി. അപ്പു ആ മുഖത്തേക്ക് വിരൽ കൊണ്ടൊന്ന് തൊട്ടു. അടുത്ത നിമിഷം ആ കൈ അവൾ തട്ടിമാറ്റി. തൊടരുത്. ആ കൈ കൊണ്ട് ഇനി എന്നെ തൊട്ടു പോകരുത്. അവൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പു, നമ്മുടെ കുഞ്ഞല്ലേ അപ്പു. വേദനിക്കും. നിനക്ക് വേദനിച്ചാൽ അവൾക്കും വേദനിക്കും. വേദനിക്കട്ടെ. ഇത്ര നാളും വേദനിച്ചത് അവൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനുണ്ടാകില്ലേ അപ്പോൾ നിനക്കൊപ്പം? അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛം നിറഞ്ഞ ചിരി. നിങ്ങളോ? കഷ്ടം. നാളെ എത്ര ആളുകളോട് പറയേണ്ടി വരും ഈ ഡയലോഗ്? മനസ്സിലായില്ല. അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. അറിയാം, പറയാൻ പോകുന്നത് അവനെ വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന്. പക്ഷേ പറയാതിരിക്കുന്നതെങ്ങനെ? നാളെ നിങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് എത്ര ആൾ വരുമെന്ന് ദൈവത്തിനറിയാം. അതുപോലെയല്ലേ? ബാക്കി അവൾ പറഞ്ഞില്ല. മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് ഒരുത്തൻ. ശ്വാസമൊന്ന് വലിച്ചു വിട്ടിട്ട് അവൻ എഴുന്നേറ്റു. നിന്റെ അമ്മ വിളിച്ചിരുന്നു. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കൊണ്ടുവരുമോ എന്ന്. റെഡിയാകൂ, പോയിട്ട് വരാം. അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയപ്പോൾ അവളുടെ മിഴികൾ അനുസരണയില്ലാതെ ഒഴുകി ഇളകി. ആർദ്ര എന്തൊക്കെ ആലോചിച്ച് കരഞ്ഞ് അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഡോറിൽ തട്ടുകേട്ട് പതിയെ എഴുന്നേറ്റു. എന്താ സാർ? എടോ, അപർണയുടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. അപർണ എന്ന് പേര് എടുത്തു പറഞ്ഞപ്പോൾ അവൾ ഒന്ന് തലയുയർത്തി നോക്കി. നാളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്? അമ്മയല്ലേ, എന്നേക്കാൾ അധികാരമുണ്ടല്ലോ. ചെന്ന് കണ്ടേക്കാം. അവളൊന്ന് തലയാട്ടി. അപർണയുടെ കൈ പിടിച്ചു. വേഗം തിരിച്ചു വന്നേക്കാം കേട്ടോ. ഒന്ന് മൂളിയിട്ട് അവൾ വണ്ടിയിൽ കയറി. കരച്ചിൽ, കെട്ടിപ്പിടുത്തം, ഉമ്മ വയ്ക്കൽ. അച്ഛനും അനിയനും അമ്മയും ആ സ്നേഹത്താൽ താൻ പുറത്താണെന്ന് തോന്നി. മറ്റാരോ, ഒട്ടും അധികാരമില്ലാത്തവൻ. സാറേ, അവനൊന്ന് നോക്കി. അവളുടെ അനിയനാണ്. ചേച്ചിയെ ഇന്ന് ഇവിടെ നിർത്തുമോ? ഹൃദയം ഒന്ന് കത്തിച്ചു. പ്രതീക്ഷിച്ചതാണ് ഈ ചോദ്യം. പക്ഷേ അമ്മയുടെ അരികിൽ നിന്നായിരുന്നു. അതിനുവേണ്ടി മറുപടി കരുതി വെച്ചിരുന്നു. പക്ഷേ അവൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ ആഗ്രഹമായിരിക്കാം എന്ന് തോന്നിപ്പോയി. അവൻ അപർണയെ ഒന്ന് നോക്കി. എന്തിനാ ആദി? ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. പ്ലീസ് സാർ. നിന്നോട്ടെ. തിരികെ കൊണ്ടുപോകാനാകുമ്പോൾ വിളിച്ചാൽ മതി. അവൻ എഴുന്നേറ്റു. പോവാണോ? എന്നെ കൂടെ കൂട്ടാതെ. മിഴികൾ നിറഞ്ഞ് അവൾ പെട്ടെന്ന് തുടച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. മോനെ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ സാരമില്ല അമ്മയല്ലേ, എനിക്ക് മനസ്സിലാകും. അച്ഛനെ കൂടെ ഒന്ന് നോക്കിയിട്ട് പടികൾ ഇറങ്ങി. നെഞ്ച് പൊട്ടുന്നുണ്ട്. 2 മാസം ഉറങ്ങിയിട്ടില്ല താൻ. എന്നിട്ട് ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാനുള്ള അവകാശം പോലും തനിക്കുണ്ടാകില്ല. ചതിയനല്ലേ താൻ? വണ്ടിയിൽ കയറുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ ഇരിക്കാൻ അവൻ ശ്രമിച്ചു. അവൾ അവിടെയില്ല എന്നാണെങ്കിൽ ആ അവഗണന കൂടെ കാണാൻ വയ്യ. പക്ഷേ അവൻ്റെ ഒരു നോട്ടവും പ്രതീക്ഷിച്ചു നിന്നവൾ ആ അവഗണനയിൽ വേദനിച്ചു പോയിരുന്നു. സാർ. അവനൊന്ന് ഞെട്ടി. ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയതും പോരാ, ഇവിടെ ഇരുന്ന് സ്വപ്നം കാണാം. അവൻ ചിരിയോടെ ആർദ്രയെ നോക്കി. ഞാൻ വേണമെന്ന് വെച്ച് ആക്കിയതല്ലടോ. നമ്മുടെ കുഞ്ഞളിയൻ ചേച്ചിക്കൊപ്പം കഴിയണം എന്നൊരാഗ്രഹം പറയുമ്പോൾ അമ്മ ആയിരുന്നേൽ സത്യമായിട്ടും അത് മുടക്കാനുള്ള മറുപടി കരുതി തന്നെയാ പോയത്.
എന്നാലേ സാർ ഒന്നും ആലോചിക്കാതെ ഈ ഫയലെല്ലാം നോക്കി സൈൻ ചെയ്തേ. അവൻ ആദ്യം ഇരുന്ന് ഫയലെടുത്ത് സൈൻ ചെയ്തു. വായിച്ചു നോക്കുന്നില്ലേ സാർ? താൻ നോക്കിയില്ലേ? നോക്കി. എന്നാലും സാറും കൂടി ഒന്ന് നോക്ക്. വേണ്ട, ആർദ്രയെ എനിക്ക് വിശ്വാസമാണ്. ഒന്നുമില്ല എങ്കിലും കഴിഞ്ഞ 5 വർഷമായിട്ട് ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അയാൾക്ക് കിട്ടിയല്ലോ സാർ. അവൾ തെല്ലൊരു അതിശയത്തോടെ അവനെ നോക്കി. ഇപ്രാവശ്യം അതെനിക്കായിരിക്കും അല്ലേടോ? സാറിന് അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ? അതെ, വിശ്വാസമാണ്. ഒന്ന് മൂളിയിട്ട് അവൾ കസേരയിലേക്കിരുന്നു. സാർ, സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്തേ? അത് പിന്നെ ജയദേവനെ കാണാൻ പോകണോ? അവൾ പതിയെ ഒന്ന് മൂളി. സൈൻ ചെയ്യാൻ എടുത്ത ഫയൽ അവിടെ തന്നെ വെച്ച് അവളെ നോക്കി. കാര്യമായിട്ടാ? പൂവാടോ, ഒന്ന് അന്വേഷിക്കട്ടെ ആദ്യം, കേട്ടോ? വിഷമിക്കേണ്ട, ഞാനുണ്ടല്ലോ, ശരിയാക്കാം. അവൾ വെറുതെ അയാളെ നോക്കിയിരുന്നു. ആരുമല്ല, ആരും. എന്നിട്ടും ഞാനുണ്ടല്ലോ എന്നൊരു വാക്ക്, അത് നൽകുന്ന സമാധാനം. കണ്ണുകളിൽ വെള്ളം തെളിഞ്ഞത് അവൾ ചിമ്മിക്കളഞ്ഞു. കുറച്ചുകൂടെ കഴിക്ക് മോളെ. മതി അമ്മ. അപ്പു, അല്ലേലും ക്ഷീണമാണ് നിനക്ക്. എന്തേലും കഴിച്ചാലല്ലേ വയറ്റിലുള്ള കൊച്ചിനു കൂടെ ആരോഗ്യമുണ്ടാകൂ. അവൾ പതിയെ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്ന ഇപ്പോൾ? ഞാൻ എന്താ തമാശ പറഞ്ഞേ? പിന്നെ അമ്മയ്ക്ക് ആദ്യം ഇഷ്ടമായിരുന്നില്ലല്ലോ. അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ? അവർ പെട്ടെന്ന് നിശബ്ദയായി. ആണ്, അത് പിന്നെ നീയൊരു അമ്മയാകുമ്പോഴേ എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാകൂ. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അവൻ നല്ല പയ്യനാണ്, സ്നേഹമുള്ളവനാണ്, നല്ല മനസ്സുള്ളവനാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനോട് പറ ഈ കഴുത്തിലൊരു താലി കൂടെ കെട്ടിത്തരാൻ. അവളൊന്ന് പതറി. ഇതുവരെ താൻ ചിന്തിക്കാതെ ഇരുന്ന ഒരു കാര്യം, തൻ്റെ കഴുത്തിൽ ഒരു താലി സാറിൻ്റെ കൈകൊണ്ട്. കൊതിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ, എപ്പോഴോ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇല്ല. പറഞ്ഞാൽ ചിലപ്പോൾ സ്വത്ത് കണ്ടിട്ടാകും എന്നൊരു മറുപടിയെ കിട്ടും. മനസ്സ് തുറന്ന് പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ മറ്റൊരുവളെ തേടിപ്പോയവനല്ലേ. അവൻ്റെ കൈകൊണ്ട് ഒരു താലിയോ അവനിലൊരു അവകാശമോ തനിക്ക് വേണ്ട. അമ്മ കാണും മുന്നേ കണ്ണുകൾ അമർത്തി തുടച്ചെഴുന്നേറ്റു. ചേച്ചി കഴിച്ചു കഴിഞ്ഞോ? നടക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട്. നിനക്ക് ചാടിത്തുള്ളി നടക്കാനൊന്നും ആയിട്ടില്ല. ആദി, എന്താ നിനക്ക്? പിന്നെ 2 മാസം കഴിഞ്ഞല്ലോ, ഇനി പുറത്തൊക്കെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവളൊന്നു സൂക്ഷിച്ചു നോക്കി. മാസ്ക് വെച്ച് പോകാം ചേച്ചി. അവൾ അരുമയോടെ അവൻ്റെ കവളിൽ തലോടി. വെച്ചിട്ട് വാ, നടക്കാം. അവൻ സന്തോഷത്തോടെ അകത്തേക്കോടി. ചേച്ചി, ചേച്ചിക്ക് ശരിക്കും ആ സാറിനെ ഇഷ്ടമല്ലേ? അതെന്തേ നീ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ അച്ഛനും അമ്മയും പറയുന്നേ കേട്ടു. എന്താ പറഞ്ഞേ? അവളൊന്നു നിന്നു. കഴുത്തിൽ ഒരു താലി കൂടി ഉണ്ടായിരുന്നേ നന്നായിരുന്നു. നല്ലൊരു മോനാണെന്ന്. അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്ത് നടന്നു. അതിന് സാറിന് എന്നെ ഇഷ്ടമൊന്നുമല്ല ആദി. ഇല്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. അതെന്തേ? അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അതാണ് ചേച്ചിയുടെ ജോലി. അല്ലാതെ സാറിന് ചേച്ചിയോട് ഇഷ്ടമൊന്നുമില്ല. അവൾ സ്വയം പറയും പോലെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ആദി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ചേച്ചിയുടെ കൈ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ച് നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആർദ്ര ഒരുങ്ങിയിറങ്ങി. പോകാം സാർ. അപ്പുവിൻ്റെ ഫയൽ കൂടെ എടുത്തോ? എടുത്തിട്ടുണ്ട്. അവളോട് പറഞ്ഞോ റെഡിയായി നിൽക്കാൻ? പറഞ്ഞിട്ടുണ്ട്. സാറ് പിന്നെ വിളിച്ചില്ലേ? അതെന്തേ? അവൾക്കിനി എന്നെ സ്നേഹിക്കാനാവില്ലടോ. തെറ്റ് ചെയ്തില്ലേ ഞാൻ? അവളെ ശല്യപ്പെടുത്താതെ ഇരിക്കാൻ നോക്കട്ടെ, അവളെ വേദനിപ്പിക്കാതെ ഇരിക്കാൻ. സാർ, ഒരു റിട്ടേൺ ചാൻസ് ഉണ്ടെങ്കിൽ ആ ദിവസത്തേക്ക് തിരിച്ചു പോയി അവളോട് ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞേനെ ഞാൻ. ഇതിപ്പോൾ അവളുടെ വീടെത്താനായപ്പോൾ അവൻ വണ്ടി ഒതുക്കി. സാറ് വരുന്നില്ലേ? വിളിച്ചിട്ട് വാ. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും മുന്നേ അപർണ പുറത്തേക്ക് വന്നിരുന്നു. മുഖം കണ്ടാലേ അറിയാം കരഞ്ഞിട്ടുണ്ട് എന്ന്. പോയിട്ട് വാ മോളെ. അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ബാക്കിലെ ഡോർ തുറന്നു കൊടുത്തു. പോയിട്ട് വരാം അമ്മേ. അവൻ അമ്മയോട് കൂടെ യാത്ര പറഞ്ഞ് വണ്ടിയെടുത്തു. മുന്നിലാണ് അപർണ ഇരിക്കുന്നത്. അവളായതുകൊണ്ട് ഒന്നും തോന്നിയില്ല. പക്ഷേ നോവുന്നുണ്ട്. താൻ ആരുമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഫ്രണ്ടിലെ ഗ്ലാസ്സിലൂടെ അവനൊന്ന് നോക്കി. അറിയാതെ പോലും ആ മിഴികൾ തന്നെ തേടി വരുന്നില്ല എന്ന്. അത്രയ്ക്ക് വെറുപ്പായിരുന്നു എന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. കഴിഞ്ഞ മാസം എന്തേ വരാഞ്ഞത്? അവളൊന്ന് പതറി. അവൾക്ക് മുത്തശ്ശി മരിച്ചുപോയി ഡോക്ടർ. വരണമെന്ന് വിചാരിച്ചപ്പോൾ അമ്മയ്ക്കും വയ്യാതെയായി. ആകെ കഷ്ടപ്പാടായിപ്പോയി ഡോക്ടർ. സാരല്ല, കുഞ്ഞ് ഹെൽത്തിയാണ്. പക്ഷേ താൻ വീക്കാണ്. നന്നായി ഫുഡ് കഴിക്കണം. അവളൊന്ന് മൂളി.
മനസ്സെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അവളൊന്ന് ചിരിച്ചു. കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൂടെ എഴുതി തരാം. അവൾ തലയും നാട്ടി. ഡോക്ടർ ആർദ്ര പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ 4-ാം മാസമായല്ലോ. അവൾക്ക് സമാധാനം തോന്നി. മാസം തോറുമുള്ള ചെക്കപ്പ് ഒരു കാരണവശാലും മാറ്റി വെക്കരുത് കേട്ടല്ലോ. ശരി ഡോക്ടർ, എന്നാൽ ഓക്കെ, അടുത്ത മാസം കാണാം. ഡോക്ടറോട് പറഞ്ഞിട്ട് അവർ ഇറങ്ങി. കഴിച്ചിട്ട് പോകാമല്ലേ? ആ സാർ, നല്ല വിശപ്പ്. വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ അപർണ ഇറങ്ങാനായി കാത്തു നിന്നു അവൻ. എന്താ വേണ്ടത്? മസാല ദോശ. അപ്പൂനോ? അത് തന്നെ മതിയോ? വെറുതെ ഒന്ന് മൂളി. അപർണ വീട്ടിലേക്കില്ലേ? അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. വീട്ടിലേക്കല്ലേ എന്ന്. ഏത് വീട്ടിലേക്ക്? തൻ്റെ വീട്ടിലേക്ക്. പതിയെ മൂളി. അപ്പോഴേക്കും മസാലദോശ ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഞങ്ങൾക്കൊരു ബിസിനസ് ടൂറുണ്ട് 2 ദിവസം. തന്നെ എവിടെ നിർത്തുമെന്ന് ആലോചിച്ചതാണ്. ഇപ്പോൾ സമാധാനമുണ്ട്. അവൾ മറുപടി പറഞ്ഞില്ല. ബിസിനസ് ടൂർ? താനില്ലാതെ? അല്ലെങ്കിൽ ഇപ്പോൾ താൻ ആരാണ്? ആർദ്രയും ഞാനും ഞങ്ങളുടെ ഫസ്റ്റ് ടൂറല്ലേ? അവളല്ലേ എൻ്റെ ഇപ്പോഴത്തെ PA. അപർണ മിണ്ടിയില്ല. കഴിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. ഞാൻ ബില്ലടച്ചിട്ട് വരാം. അവൻ എഴുന്നേറ്റ് പോയപ്പോൾ ആർദ്ര അവളെ കയ്യിൽ പിടിച്ചു. അങ്ങനെയൊന്നുമല്ലടാ, നാട്ടിൽ ജയദേവൻ സാറിനെ കാണാൻ പോവാണ്. അവൾക്ക് സമാധാനം തോന്നി. എന്തിനെന്ന് അറിയില്ല എങ്കിലും സാറിനെന്തോ ആക്സിഡൻ്റ് ആയിരുന്നില്ലേ? ആ, ഒന്ന് കാണണം അപ്പു. കണ്ടിട്ട് വരാം. ഞാനും കൂടെ വന്നാൽ എന്താ? ആർദ്ര കണ്ണുകൾ മിഴിച്ചു നോക്കി. നീയല്ലേ പറഞ്ഞ് നിന്റെ വീട്ടിലാണെന്ന്? അതുകൊണ്ടാ കൊണ്ടുപോവാത്തെ. എനിക്കറിയാം അതൊന്നുമല്ല. സാറിനിപ്പോൾ എന്നെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ മറ്റൊരുത്തിയെ തേടിപ്പോയത്. അവളുടെ വാക്കുകൾ വിഷമവും വേദനയും നിറഞ്ഞു നിന്നു. എന്താടാ ഇത്? നീയല്ലേ വഴക്കിട്ട് പോന്നത്? സാറിനോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അത് ഞാൻ പിന്നെ എന്താ ചെയ്യുക? ആർദ്ര, താനൊന്ന് പറഞ്ഞു താ. എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. സാറല്ലേ? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആരുമല്ലായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. അവൾ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടിട്ടാണ് എഡ്വിൻ വന്നത്. എന്താണ് ഇവിടെ ഒരു കരച്ചിലും പിഴിച്ചിലും? അവൾ അറിയാതെ എരിവ് കൈ കണ്ണിൽ തട്ടിയതാ. ആർദ്ര പറഞ്ഞപ്പോൾ ഞാൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ആണോ അപർണ? കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് വാ. നിന്നെ വീട്ടിലാക്കി പോയിട്ട് പണിയുണ്ട്. അപ്പൂനെ കൂടി കൊണ്ടുപോയാലോ സാർ? വേണ്ട, അവൾക്ക് റെസ്റ്റാണ്. ക്ഷീണം മാറട്ടെ. അപർണ മിണ്ടിയില്ല. വേഗം ചെന്ന് കാറിൽ കയറിയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ആർദ്ര നിശബ്ദയായിരുന്നു. അവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലടോ. ഈ യാത്രയിൽ അവൾ വേണ്ട. അവിടെ ചെന്നാൽ എന്തൊക്കെ പറയേണ്ടിയും കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് തന്നെ നല്ല നിശ്ചയം പോരാ. അവൾ ചോദിച്ചു കൂടെ കൊണ്ടുപോയാൽ എന്താണെന്ന്. ചെറിയൊരു പുഞ്ചിരി വിടർന്നു അവനിൽ. അങ്ങനെ ചോദിച്ചോ? പാവമാണ്, എനിക്കറിയാം. പക്ഷേ വേണ്ട. അവൾ അവിടെ നിന്ന് ആഗ്രഹം തീരട്ടെ. എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലേടോ? ഈ വയർ അവൻ അറിയോ? അധികം പുറത്തേക്കായിട്ടുണ്ടോ സാർ? അധികമില്ല. താൻ സാരി ഒട്ടും ഉടുക്കണ്ട. ലൂസ് ചുരിദാറൊക്കെ മതി. അപ്പോൾ കണ്ടുപിടിക്കില്ല അല്ലേ? അതേടോ. പിന്നെ അവൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ നെർവസ് ആകരുത് കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഹൃദയം അങ്ങനെ വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അതിനേക്കാൾ ജയെ കാണണമെന്നൊരു മോഹം ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അവളൊന്ന് കണ്ണുകൾ അടച്ചു. നാളെ ഈ സമയം അവൻ്റെ അടുത്തായിരിക്കും. ജയദേവൻ്റെ അടുത്ത്.